ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തെങ്കിലും പറഞ്ഞിട്ടേ അവിടെ ഒഴിഞ്ഞു മാറിക്കൊള്ളണം. അവള് മണിയറയിലേക്ക് കേറിക്കോട്ടെ. അത് തന്നെയാണ് അവളുടെ നാശത്തിന്റെ തുടക്കവും. മോളെന്താ കഴിക്കാത്തെ? മോളെ, മമ്മി നിർബന്ധിച്ചപ്പോ ഇന്നത്തെ രാത്രി അവളോട് അവിടെ തുടരാൻ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് അവളെ വിശ്വാസമില്ല. അവളിന്ന് ഉറങ്ങുന്നതേ നവീന്റെ ബെഡ്റൂമിൽ തന്നെയായിരിക്കും. കൃഷ്ണ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് നിങ്ങൾക്കാണോ നിശ്ചയം? എനിക്ക് അവളെ വിശ്വാസമില്ല. മമ്മി അവളെ വിളിക്ക്. എനിക്ക് ഇപ്പൊ തന്നെ നവീന്റെ അടുത്തേക്ക് പോണം. വിളിക്ക് മമ്മി. ഭ്രാന്ത് പറയണോ നീ? അതെ, എനിക്ക് ഭ്രാന്ത. എന്റെ സ്ഥാനത്ത് മറ്റൊരാള് നവീന്റെ മണിയറയിലേക്ക് കയറുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. മമ്മിക്ക് അവളെ വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ കളരിക്കലേക്ക് പോവാ. അവളെ വിളിച്ചിറക്കി പകരം ഞാൻ അവിടെ നിന്നോളാം. മാഡം വെറുതെ ടെൻഷൻ ആവാതെ ഇപ്പൊ മാഡം ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഇതൊക്കെ കൊണ്ടുപോയി കുഴിച്ചു മൂട്. എനിക്കിതൊന്നും ഇറങ്ങുന്നില്ല. ഞാൻ പോവാണ്. ഗാഥ, നീ എന്തേ കാണിക്കാൻ പോന്നത്? ഇവിടെ എന്റെ മുമ്പിൽ ബഹളം ഉണ്ടാക്കുന്ന പോലെയല്ല കളരിക്കിലേക്ക് ചെന്ന് കയറുമ്പോ. ഈ കഴിഞ്ഞതെല്ലാം നമ്മൾ നടത്തിയ നാടകമാണെന്ന് അവിടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞാലേ ആ നിമിഷം എന്താ സംഭവിക്കുന്നത് നിനക്കറിയോ? എന്ത് സംഭവിച്ചാലും നവീൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളത് സത്യാണ്. ഞാനേ എല്ലാം നവീനോട് തുറന്നു പറയാൻ പോവാ. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് മമ്മിയുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. ഗാഥ, സോറി മമ്മി. അവളെയും വിശ്വസിച്ച് ഇവിടെ കിടന്നുറങ്ങാൻ മമ്മി എന്നോട് പറയരുത്. എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? കൃഷ്ണ അരുതാത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് നിനക്കറിയണം അല്ലേ? വേണമെങ്കിൽ ഞാൻ കളരിക്കേക്ക് പോവാം. ആ കൃഷ്ണ നവീന്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. അതെങ്ങനെയാ മാം? മാം ഇപ്പൊ അവിടേക്ക് ചെന്നാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട സിനി? ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്തു പോയില്ലേ? ഇപ്പൊ ഇവളുടെ ഭാവം കണ്ട എന്താ തോന്നുക? ഞാൻ എന്തോ നേട്ടത്തിന് വേണ്ടി ശ്രമിച്ചു, അവക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നല്ലേ? സ്നേഹിച്ചു പോയതിന്റെ കൂലി ഇങ്ങനെ കിട്ടുന്നെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയാനാ? സോറി മമ്മി. ആലോചിക്കും തോറും എനിക്ക് കരച്ചിൽ വരിക. ഞാൻ ഒരിക്കലും ഇതുവരെ വേറെ ഒന്നും പറഞ്ഞ് മമ്മിയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ. ഇത് എന്റെ ജീവിതമല്ലേ മമ്മി? ഞാൻ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കാര്യമല്ലേ? പോട്ടെ, നിന്റെ വേദന മമ്മി മനസ്സിലാക്കിയല്ലേ പറ്റൂ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അമ്മയും മകളും തമ്മിലുള്ള ബന്ധത്തിന് അതിനൊന്നും ഒരു സ്ഥാനവും ഇല്ല. മമ്മി പോവാം കളരിക്കിലേക്ക്. നിന്റെ ജീവിതത്തിന് ഞാൻ കാവലിരുന്നോളാം. സിനി, മാം പോയേ പറ്റൂ സിനി. പോണം. ഇന്നത്തെ രാത്രി നിന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞതേ നവീന്റെ കൂടെ മണിയറയില് നവീനൊപ്പം ഉറങ്ങാനല്ല. നവീന്റെ ബെഡ്റൂമിൽ പോലും നീ കയറി പോകരുത്. എന്തെങ്കിലും പറഞ്ഞിട്ടേ അവിടെ ഒഴിഞ്ഞു മാറിക്കൊള്ളണം. അവള് മണിയറയിലേക്ക് കേറിക്കോട്ടെ.
അത് തന്നെയാണ് അവളുടെ നാശത്തിന്റെ തുടക്കവും. കഥ എന്തെത്ര ആലോചന. നാഗദൈവങ്ങളെ എന്നെ കാത്തോളണേ. ഇപ്പോ നമുക്കിനി ഒരു പുതിയ ജീവിതം തുടങ്ങാം അല്ലേ? പിന്നെ ഗാഥയുടെ ഇപ്പോഴത്തെ ഈ നാണവും പരിഭ്രമവും ഒക്കെ എനിക്കിഷ്ടമായി. എന്ന് കരുതി ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ദാ. ഇതൊരു ചടങ്ങാ, കഴിച്ചേ പറ്റൂ. കുടിക്കടോ.